വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. കേറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ കേറ്ററ്റ് നമുക്കറിയാം, കേറ്ററ്റ് കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ കാറ്റഗറി 1ഉം 2ഉം 3യും എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ്. പക്ഷെ 4നെ പറ്റി, കേറ്ററ്റ് കാറ്റഗറി 4നെ പറ്റി പലർക്കും അറിയില്ല. ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നും അറിയില്ല. അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. കാരണം ഇതിന്റെ അടിസ്ഥാന യോഗ്യത കേറ്ററ്റ് കാറ്റഗറി 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BEdോ TTC ഇല്ലാത്തവർക്കും എഴുതാം. കാരണം ലാംഗ്വേജ് ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്കും, ലാംഗ്വേജ് പഠിച്ചവർക്ക് അവർക്കും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിക്കോളുക, എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. അതായത് ലാംഗ്വേജ് പഠിച്ചവരാണെങ്കിൽ, അതായത് അറബി, ഹിന്ദി, സാൻസ്ക്രിറ്റ് പഠിച്ചവരാണെങ്കിൽ നമുക്ക് കേറ്ററ്റ് 4 എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ് ടു UP വരെ നമുക്ക് ആ ഒരു ക്വാളിഫൈ ചെയ്താണെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് അത് മ്യൂസിക് ടീച്ചേഴ്സ് ആയിരിക്കാം, ആർട്ട് ടീച്ചേഴ്സ് ആയിരിക്കാം, ആർട്ട് പഠിച്ചവരായിരിക്കാം. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവർക്കും ആ ഒരു ക്വാളിഫയിങ് എക്സാം കേറ്ററ്റ് 4 എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഓർക്കുക, ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും? അറബി, ഹിന്ദി, സാൻസ്ക്രിറ്റ് ഉറുദു പഠിച്ചവർക്കും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യലിസ്റ്റ് അതായത് മ്യൂസിക്, അതുപോലെ തന്നെ ഡ്രോയിങ്, ഇതൊക്കെ പാസ്സായവർക്കും എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് പഠിച്ചവർക്കും ഈ കേറ്ററ്റ് 4 എഴുതുവാനായിട്ട് സാധിക്കും. അതതിനനുസരിച്ച് ആ ഒരു കേരള എഡ്യൂക്കേഷൻ ഫോർ റൂൾസ് ആൻഡ് എലിജിബിൾ അപ്ലൈ ഫോർ കേറ്ററ്റ് 4 എന്നാണ് പറയുന്നത്. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ റൂൾ അനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായോ എന്താണെന്ന്, ആർക്കൊക്കെയാണ് എന്ന് എഴുതാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്നത് ആ ഒരു എക്സാം എങ്ങനെയാണ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ്. നോക്കിക്കേ, അതായത് കേറ്ററ്റ് 4ന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ഇതിനകത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്ലസ് പെഡഗോഗി പ്ലസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അത് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 30 മാർക്കാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറഞ്ഞത്. 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റ്, പെഡഗോഗി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സൈക്കോളജി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജി ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് ഓർക്കാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്നത് ഏതാണ്? ലാംഗ്വേജ്. അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്. അത് 40 മാർക്കാണ് അതിനകത്ത് വരുന്നത്. ടോട്ടലി അത് 40 മാർക്കാണ്. ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് ഏതായിരിക്കാം? മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. അത് നമുക്ക് ഏതാണോ എളുപ്പം, മലയാളമാണ് പഠിക്കാൻ എളുപ്പം അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് പഠിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പൊ അത് 40 മാർക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ സബ്ജക്ട് സ്പെസിഫൈയിങ് ഏരിയ. നിങ്ങൾ പഠിച്ച സബ്ജക്ട് ഏതാണോ, ഇപ്പൊ ലാംഗ്വേജ് ആണ് പഠിച്ചത്, ഉറുദു ആണ് പഠിച്ചെങ്കിൽ ആ ഉറുദുവിൽ നിന്ന് എന്ത് ചെയ്യും? 80 മാർക്ക് വരും. ഇനി അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ അതിൽ നിന്ന് 80 മാർക്ക് വരും. അപ്പൊ അങ്ങനെയാണ് സ്പെസിഫൈഡ് ഏരിയയിൽ 80 മാർക്കാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 150 മാർക്കാണ് ടോട്ടലി വരുന്നത്. 150 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു എക്സാമിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും, എങ്ങനെയാണ് ഇത് എഴുതുക എന്ന്. അപ്പോൾ അത് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് തരുന്നത്. 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് നിങ്ങൾക്ക് ഈ സൈക്കോളജി ആയിരിക്കും വരുന്നത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ വരുന്നത്. ഇനി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ കേറ്ററ്റ് എല്ലാത്തിൻ്റെയും. കേറ്ററ്റ് 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് നന്നായി വായിച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ക്വാളിഫയിങ് എക്സാം ആണ്. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ്, പെഡഗോഗി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 30 മാർക്കിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് തരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നമുക്കറിയാം 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. 40 മാർക്കിന്റെ അത് നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നത് സബ്ജക്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അങ്ങനെ നിങ്ങൾ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളത് അപ്പിയർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഓർക്കാം 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 150 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ
എക്സാം എഴുതാനായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാത്ത, ഇതിനകത്ത് നമ്മുടെ KTET 4 എഴുതുന്നവർ പലരും തന്നെ ആ ഒരു B.Ed TTC ഇല്ലാത്തവരൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് ഒരു സൈക്കോളജി എന്താണ്, ഇപ്പൊ മലയാളമായാലും അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് നമ്മുടെ സബ്ജക്റ്റ് സ്പെസിഫൈഡ് ഏരിയ ആണെങ്കിലും നമുക്ക് അറിയാം എന്താണെന്ന്. പക്ഷെ പലർക്കും അറിയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ B.Ed TTC ഇല്ലാത്തവർക്ക് സൈക്കോളജി അറിയില്ലായിരിക്കും. പക്ഷെ പേടിക്കേണ്ട, സൈക്കോളജി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പഠിക്കാനായിട്ട് എളുപ്പമാണ്. നമുക്ക് നോക്കാം എന്താണ് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ്, ആ ഒരു സിലബസ് പാറ്റേൺ എന്ന് പറയാം. നോക്കിക്കോളാം, ചൈൽഡ് ഡെവലപ്മെന്റ് പ്ലസ് പെഡഗോഗി പ്ലസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 30 മാർക്കാണ് അവിടെ വരുന്നത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ നോക്കിക്കേ, എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് മനഃശാസ്ത്രം എന്ന് പഠിക്കണം. സൈക്കോളജി ബേസിന് തൊട്ടേ നമ്മൾ പഠിച്ചു തുടങ്ങുക. എന്താണ് സൈക്കോളജി എന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. ഇനി അതുപോലെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന ഉപകരണങ്ങളും തന്ത്രങ്ങളും. ഇവിടെ നമ്മൾ പേര് കേട്ട് ഉപകരണങ്ങളും തന്ത്രങ്ങളും എന്നൊന്നും കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട. കാരണം ഇതിനകത്ത് കുറെ നിരീക്ഷണങ്ങൾ, അഭിമുഖം എങ്ങനെയാണ്, നിരീക്ഷണം എങ്ങനെയാണ്, ചോദ്യാവലി എങ്ങനെയാണ്, ഇന്നൊക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് വളർച്ചയും വികാസവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിലും തിയറീസ് വരുന്നുണ്ട്. തിയറീസ് എന്ന് പറഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറികളാണ്. കാരണം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ വളർച്ച എങ്ങനെയാണ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ചൈൽഡ് ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, കുട്ടികളുടെ വളർച്ചയായിരിക്കും. വളർച്ച അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്, ആ കുട്ടികളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ വളർച്ചാ വികാസം എന്ന് പറഞ്ഞാൽ തിയറി വന്നാലും അതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് കുട്ടികളുടെ ആ ഒരു വളർച്ച എങ്ങനെയാണ്, വികാസം എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് തിയറി, പഠനം. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പഠനം എന്ന് പറഞ്ഞാൽ. അത് നമുക്കറിയാം എന്താണ് പഠനം അല്ലെ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠനം എന്താണ്. അതുപോലെ തന്നെ ലേണിംഗ് തിയറീസുകൾ വരും. അതും വളരെ സിമ്പിൾ ആണ്. 3 ലേണിംഗ് തിയറീസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ പഠന വൈകല്യം. ഈ പഠന വൈകല്യത്തിലും നമുക്ക് എന്താ കുറച്ച് വേർഡുകളൊക്കെ വരുന്നു, എങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിപ്പിക്കാം. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കുലിയ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മാത്സ് പ്രോബ്ലം ആണ്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർമ്മ, എങ്ങനെയാണ് ഓർമ്മ നിലനിർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മറന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഓർമ്മ നിലനിർത്താനായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നിമോണിക് തന്ത്രങ്ങൾ, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ സമായോജന തന്ത്രങ്ങൾ, അപസമായോജന തന്ത്രങ്ങൾ, അതും എളുപ്പമാണ്. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അതിനെ മറികടക്കുന്നു എന്നേ അതിനകത്ത് പറയുന്നുള്ളൂ. അതും നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ച് കറക്റ്റ് ആ ഒരു കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പലപ്പോഴും നമ്മുടെ പ്രത്യേകത, നമ്മൾ തന്നെ എക്സാമ്പിൾ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ കുറെ ഓർക്കുകയാണെങ്കിൽ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കും, പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സൈക്കോളജി ആ ഒരു മാർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വ്യക്തിത്വ വികസനം. വ്യക്തിത്വത്തിൽ തന്നെ പരിസ്ഥിതിയുടെയും പാരമ്പര്യത്തിന്റെയും സ്വാധീനം. പരിസ്ഥിതി എങ്ങനെ സ്വാധീനിക്കുന്നു നമ്മുടെ വ്യക്തിത്വത്തെ, അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം എങ്ങനെ സ്വാധീനിക്കുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെ. ഇനി അതുപോലെ തന്നെ അഭിരുചി സർഗപരത, നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അസാമാന്യ ശിഷ്യവിഭാഗം. ഓരോ കുട്ടികളിലും എന്താണ്, വ്യത്യസ്ത കഴിവുകളാണ് അല്ലെ. ചില കുട്ടികൾ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും, ഐക്യ കൂടുതലുള്ള കുട്ടികളായിരിക്കും. അവയെ പറ്റിയാണ് പറയുന്നത്, അവരുടെ പ്രത്യേകതകളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ. പഠനത്തിന് ഉള്ള വിലയിരുത്തൽ അത് വരുന്നത് എന്താണ്, ഇവാലുവേഷൻ ആണ്. അവിടെ നമ്മൾ എന്താ, മൂല്യനിർണ്ണയം, എങ്ങനെയാണ് മൂല്യം നിർണ്ണയിക്കേണ്ടത് എന്നൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി അതുകൂടാതെ കുറച്ച് പെഡഗോഗി കൂടി വരികയാണെങ്കിൽ നമുക്ക് എന്താ, ഈ സൈക്കോളജി ഈസി ആയിട്ട് കിട്ടും. അപ്പൊ പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട. നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആ ഒരു പാറ്റേണിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ചേഞ്ചസുകൾ വരുന്നുണ്ടെങ്കിൽ കൂടിയും നല്ല രീതിയിൽ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈക്കോളജി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും.
അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇപ്പൊ കേറ്ററ്റ് വിളിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഈ കേറ്ററ്റ് 4 വേണ്ടിയിട്ട് നമുക്കിവിടെ കോഴ്സസുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ. നോട്ടിഫിക്കേഷൻ വന്നു, ഇന്ന് നമ്മുടെ കയ്യിൽ സമയമില്ല, നമുക്കറിയാം. അപ്പൊ കേറ്ററ്റ് 4 പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ്, കോമ്പറ്റേറ്റീവ് ക്രാക്കിന്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. നമുക്ക് ലൈവ് ക്ലാസ്സസ് റെക്കോർഡുകളുണ്ട്, PDF നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാക്കും, നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടേഴ്സ് ഉണ്ട് നമുക്കിവിടെ. അതുപോലെ തന്നെ വീക്കിലി നിങ്ങൾക്ക് എക്സാംസുകളുണ്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പറ്റി എക്സാംസുകളുണ്ട്. ഒരു ടൈം ടേബിൾ ഉണ്ട്, ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എക്സാംസും പഠന കാര്യങ്ങളൊക്കെ വന്നു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അടക്കം നിങ്ങളുടെ കോഴ്സസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈക്കോളജി BEd പഠിക്കാത്തവരാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, അതിൻ്റെ താഴെ PDF നോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, എക്സാംസിന് ചേഞ്ച്, ഈ ക്വസ്റ്റ്യൻ പാറ്റേണിന് ചേഞ്ച് ഉണ്ടെന്ന് ഓർത്തൊന്നും പേടിക്കേണ്ട. ആ രീതിയിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയാണ് നമ്മുടെ ആപ്പിലുകൾ കിടക്കുന്നത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ, K4 ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു, പഠിക്കാനുള്ള സമയങ്ങളാണ് ഇനിയത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്